ഹലോ ഹായ് എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമുക്ക് വേസ്റ്റ് വന്ന മെറ്റീരിയലൊക്കെ ഇല്ലേ, നമ്മുടെ വേസ്റ്റ് വന്ന ഫാബ്രിക്കൊക്കെ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞു തന്നാൽ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വാങ്ങിച്ചപ്പോൾ ബാലൻസ് വന്ന വെൽവെറ്റ് ഞാനിങ്ങനെ കൊണ്ടുവച്ചിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ വെൽവെറ്റ് ഇപ്പോൾ എനിക്കത് യൂസ്ഫുള്ളായി. അപ്പോൾ ഈ വെൽവെറ്റ് ഞാൻ എടുത്തു. ഇത് പ്ലാസ്റ്റിക് ഹെയർ ബാൻഡാണ്, നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഞാൻ എടുക്കുന്ന സ്റ്റോൺ ചെയിൻ, പിന്നെ കുറച്ച് കട്ട് ബീഡ്സും എടുത്തിട്ടുണ്ട്, ഗ്ലൂ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഇത് കുറച്ച് വീതിയുള്ള തുണിയായിരുന്നു, ചിലപ്പോൾ നമുക്ക് വീതിയുള്ളതായിരിക്കില്ല, പീസ് ആയിരിക്കും. എങ്കിൽ അതൊന്ന് നമുക്ക് ആ പാർട്സായിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്യാം. ഇതിപ്പോൾ എനിക്ക് നല്ല നീളം ഉണ്ടായിരുന്നു കേട്ടോ, വീതി കുറവായിരുന്നു. അപ്പോൾ ആ നീളം ഞാൻ ഫുള്ള് ഏകദേശം നമുക്ക് എത്ര ഒരു വീതി വേണം, ഏകദേശം ഞാനൊരു ഈ ഒരു ലെങ്തിന് അതിനെ മടക്കി വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തു. ഇതിപ്പോൾ നമുക്ക് 2 പീസായാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ലെങ്ത് പറയാത്തത്. ഞാനുള്ള ലെങ്തിൽ മൊത്തത്തിലങ്ങ് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഇനി ഇതിന് ചുറ്റി നമ്മൾ കവർ ചെയ്തെടുക്കണം. വെൽവെറ്റ് ആയതുകൊണ്ട് തന്നെ ചില വെൽവെറ്റ് ചുരുങ്ങും. ഇതങ്ങനെ ഒത്തിരി കൂടിയ വെൽവെറ്റൊന്നും അല്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ, നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എഡ്ജിലേക്ക് ഞാൻ കുറച്ച് ഗ്ലൂ ഗൺ ഉപയോഗിച്ചു, അതിനൊന്ന് ജസ്റ്റ് ഫിക്സ് ചെയ്തു. ഇതുപോലെ ഒന്ന് ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചു. ഇനി ഇത് നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഒത്തിരി കൂടിയ വെൽവെറ്റ് അല്ല ഇത്, ഞാനെന്തോ ആവശ്യത്തിന് വാങ്ങിയതിൻ്റെ ബാലൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ മടക്കി വരുമ്പോൾ ഒരു സൈഡ് ചിലപ്പോൾ ചുരുണ്ട് പോകും. അപ്പോൾ ഒരു വെൽവെറ്റ് ഞാൻ 2 ചെയ്തായിരുന്നു. ഒരു ബ്ലൂ ചെയ്തപ്പോൾ എനിക്കങ്ങനെ പ്രശ്നം വന്നില്ല. പക്ഷേ ഇത് ചെയ്തപ്പോൾ ഞാൻ നന്നായിട്ട് ബുദ്ധിമുട്ടി കേട്ടോ. ഞാൻ അതുപോലെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, പക്ഷേ ഇതിങ്ങനെ ചുരുണ്ട് വന്നു. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ ഈ വെൽവെറ്റൊക്കെ സാറ്റിൻ തുണികളൊക്കെ നമ്മളിത് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്ത് സാറ്റിൻ വെച്ചിട്ടും ചെയ്യാം, ഫർ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ ഫറൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് എന്താ പറയുക, റൗണ്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ഫറു വെച്ചിട്ട് നമുക്കിങ്ങനെ റൗണ്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ബീഡ്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പം നമ്മുടെ കയ്യിലുള്ള നല്ല ഭംഗിയുള്ള ഏതെങ്കിലും തുണികളൊക്കെ ഉണ്ടെങ്കിൽ അതിലും ഇങ്ങനെ ചെയ്തെടുക്കാം. ഇപ്പോൾ വെൽവെറ്റിലായാലും നമുക്ക് എന്താ പറയുക, വെൽവെറ്റ് ആകുമ്പോൾ ആ തുണിക്കൊരു കുറച്ച് ഷൈനിങ് ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ കാണാനൊരു ഭംഗിയായിരുന്നു കേട്ടോ. കണ്ടില്ലേ, ഞാനത് ഇങ്ങനെ ചുറ്റി വരുമ്പോൾ അതിങ്ങനെ മടങ്ങി പോകുന്ന കണ്ടില്ലേ. ഇതുപോലെ വരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ചുറ്റുമ്പോൾ ഒരു ഗ്യാപ്പ് ഏകദേശം ഒന്ന് ജസ്റ്റ് നമ്മളൊന്ന് മനസ്സിൽ കണ്ടിട്ട് വേണം ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കാനായിട്ട്. കണ്ടോ, ഇത് പ്ലെയിനായിട്ട് തന്നെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. നമ്മളൊന്നും വെച്ചില്ലെങ്കിൽ ജസ്റ്റ് പ്ലെയിനായിട്ട് വെച്ചിട്ട് 2 ബീഡ്സ് 2-3 സ്റ്റോൺസോ ബീഡ്സോ വെച്ചാലും മതി, നല്ല ഭംഗിയായിരുന്നു. ഇതൊന്ന് ചുറ്റിയെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു. അത് എല്ലാ വെൽവെറ്റും അങ്ങനെ വരത്തില്ല, കാരണം ഞാൻ 2 ചെയ്തപ്പോൾ എനിക്ക് 2 വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു കേട്ടോ. അതുകൊണ്ട് പറഞ്ഞതാ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഭയങ്കര രസമായിരുന്നു ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ. ഞാനിത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ദിവസം സ്റ്റാറ്റസ് ഇട്ടപ്പോൾ എനിക്കൊന്ന് 2-3 ചോദിക്കുകയും ചെയ്തു. കാരണം എൻ്റെ കയ്യിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാൻ കളർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ചെയ്തില്ല എന്നേ ഉള്ളൂ. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാം, കണ്ടില്ലേ. എന്നിട്ട് ഇതിൻ്റെ എഡ്ജ് നമ്മളിതുപോലെ ഒന്ന് മടക്കുക, എന്നിട്ടൊന്ന് ജസ്റ്റ് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ഗ്ലൂ വെച്ച് അവിടെ ഒന്ന് ഒട്ടിച്ച് അതിനൊന്ന് നല്ല നീറ്റായി കൊടുക്കണം അവിടെ. അതിനുശേഷം ഞാൻ എൻഡ് ടേപ്പ് വെച്ച് എഡ്ജ് കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ എൻഡ് ടേപ്പ് ഇല്ല എങ്കിൽ നമ്മുടെ ഈ സാറ്റിൻ റിബണോ അല്ലെങ്കിൽ നമ്മുടെ ഈ വെൽവെറ്റ് തന്നെ ഒന്ന് ജസ്റ്റ് ചുറ്റിയിട്ട് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. നമ്മൾ ചെയ്യുന്ന മെറ്റീരിയൽ വെച്ചിട്ട് നമുക്കത് നീറ്റായിട്ട് ചെയ്യാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ മെറ്റീരിയലെല്ലാം നമുക്ക് പല മെറ്റീരിയലിലും ചെയ്തെടുക്കാം. നോക്കിയേ, കണ്ടില്ലേ, ശരിക്കും പറഞ്ഞാൽ കണ്ടില്ലേ, നല്ല ഭംഗിയാണ്. നമുക്കിങ്ങനെ മാത്രം വെച്ചാൽ നല്ല ഭംഗിയായിട്ടിരിക്കും. പിന്നെ എൻ്റെ കയ്യിൽ സ്റ്റോൺ ചെയിൻ ഉണ്ടായിരുന്നത് കൊണ്ട് ഇത് ഞാൻ ഇങ്ങനെ ആ ഒരു നമ്മൾ മടക്കി വരുന്ന ആ ഒരു മടക്കില്ലേ, ആ ഒരു സൈഡിലേക്ക് ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഞാൻ വെച്ച് കൊടുത്തു. ഇത് ഗ്ലൂ അപ്ലൈ ചെയ്യണം എന്ന് നിർബന്ധമില്ല, നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് മാത്രം ചെയ്താൽ മതി. ഞാൻ പിന്നെ ചെയ്തു എന്നേ ഉള്ളൂ, കാരണം ഞാൻ ആദ്യമായിട്ട് ചെയ്തതുകൊണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ പിന്നെ ചെയ്തപ്പോൾ അതങ്ങനെ ഇളകിയോ ഒന്നും ചെയ്തില്ല. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ എന്താ പറയുക, ഇനി ഈ സ്റ്റോൺ തന്നെ വേണമെന്നില്ല. ഇവിടെ ഇങ്ങനെ ബീഡ്സ് ഒരു സൈഡ് ഓരോ ലെയർ ഇങ്ങനെ ബീഡ്സ് കൊടുത്ത് മാത്രം ചെയ്യാം. അപ്പോൾ വളരെ മനോഹരമായിട്ട് നമുക്കിത് പല രീതിയിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. എനിക്ക് ചെയ്ത് ഭയങ്കര സന്തോഷമായി. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല, കാരണം എങ്ങനെ ഈ ബാലൻസ് വന്ന തുണികൾക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ ഉപയോഗിച്ചെടുക്കാൻ പറ്റുമെന്ന് വലിയ ഐഡിയ ഇല്ലായിരുന്നു. നമുക്ക് നെറ്റൊക്കെ ആണെങ്കിൽ ഹെയർ ബാൻഡോ ഹെയർ ക്ലിപ്പോ ഒക്കെ ചെയ്തെടുക്കാം. അപ്പോൾ വെൽവെറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യും ഇങ്ങനെ ബാലൻസ് പറഞ്ഞൊക്കെ പറക്കി വെക്കുന്ന ആക്ര സ്വഭാവമൊക്കെ എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പറക്കിയൊക്കെ വെച്ചിരുന്നേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ നമ്മൾ തന്നെ പഴയ ഹെയർ ക്ലിപ്പൊക്കെ വാങ്ങിച്ചാലും ബാലൻസ് ഒരു നേരം ഞാൻ കൊണ്ടുവയ്ക്കാറുണ്ട്. അതിങ്ങനെ ഇളകിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഫ്ലവേഴ്സൊക്കെ വന്ന് എന്ത് കിട്ടിയാലും ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്ന സ്വഭാവമുണ്ട്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ കൊണ്ടുവച്ചിരുന്നതാണ്. പക്ഷേ അതിപ്പോൾ എനിക്ക് യൂസ്ഫുള്ളായി. നോക്കിയേ, കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ജസ്റ്റ് ചുറ്റിയെടുക്കാം. ഇനി നിങ്ങൾക്ക് സ്റ്റോൺ ചെയിൻ ഇങ്ങനെ ചുറ്റിയെടുക്കണോ അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റോൺ ചെയിൻ കട്ട് ചെയ്ത് ഇങ്ങനെ ഓരോ ലെയറായിട്ട് ഒട്ടിച്ചാൽ അതായാലും മതി. അപ്പോൾ നമുക്ക് സ്റ്റോൺ ചെയിൻ ലാഭിക്കാം, ഒത്തിരി സ്റ്റോൺ ചെയിൻ വേണ്ടി വരില്ല. അപ്പോൾ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക. ഞാൻ കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വെറുതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്രയും സക്സസ് ആവുമെന്നോ അല്ലെങ്കിൽ ഇത്രയും ഭംഗിയാവുമെന്നൊന്നും വിചാരിച്ചല്ല ചെയ്ത് നോക്കിയപ്പോൾ നല്ല ഭംഗിയായി. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ വീണ്ടും ഒന്നുകൂടെ ചെയ്തത്.
അത് കഴിഞ്ഞിട്ട് കട്ട് ബീഡ്സാണ് ഞാൻ ഈ സ്റ്റോൺ ചെയിൻ്റെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയിൽ കൊടുത്തത്. അപ്പോൾ ഈ കട്ട് ബീഡ്സിന് പകരം നിങ്ങൾക്ക് ക്ലിപ്പ് സ്റ്റോണോ എന്ത് വേണോ കൊടുക്കാം. സാധാ നമ്മളെ പേൾ വേണമെങ്കിൽ പേൾ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അത് വെച്ച് നമുക്കങ്ങ് ചെയ്തെടുക്കാം. നല്ല നീറ്റായിട്ട് നല്ല ഭംഗിയായിട്ട്. അത് ശരിക്കും പറഞ്ഞാൽ അത് ഡയറക്റ്റ് നമ്മൾ ഇതിലും കാണുന്നതിനേക്കാളും ഭയങ്കര രസമാണ് കേട്ടോ നമുക്ക് അത് ഡയറക്റ്റ് കാണാനായിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഹെയർ ബാൻഡ് മാത്രമല്ല ഹെയർ ക്ലിപ്പ് പല രീതിയിലൊക്കെ ചെയ്തു നോക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ വരുന്ന ഈ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസൊക്കെ ഇല്ലേ, കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് വരുമ്പോൾ ഒന്ന് കയ്യിൽ കരുതിയിരിക്കുക. നമുക്കത് ചിലപ്പോൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ ഇതുപോലെ കൊണ്ടുവയ്ക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ വെറുതെ മോക്ക് വേണ്ടി ചെയ്തതാണ്. പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അത് ഇത്രയും ഭംഗിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി പേര് എൻ്റെ അടുത്ത് 2-3 പേര് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ വെച്ച് നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ശരിക്കും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് ഹെയർ ബോ ചെയ്യാം ഒക്കെ ഒത്തിരി വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നോക്കി വളരെ സിമ്പിളായിട്ട്, കാരണം നമുക്കിത് ഒത്തിരി അങ്ങനെ കോസ്റ്റ് ആയിട്ടുള്ള സാധനം ഒന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽ ഫാബ്രിക് വെച്ചിട്ട് നമുക്ക് റീയൂസ് ചെയ്തെടുക്കാം. അതിനേക്ക് നല്ല നീറ്റായിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വേറെ ഒന്നുമില്ല, അത് ജസ്റ്റ് കവർ ചെയ്തു, സ്റ്റോൺ ചെയിൻ കൊടുത്തു, കട്ട് ബീഡ്സ് കൊടുത്തു, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ നോക്കിയേ, ഇത് ഞാൻ 2 കളറിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ബ്ലൂ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ രണ്ടും പ്രത്യേക ഭംഗിയായിരുന്നു. ബ്ലൂ കുറച്ചുകൂടെ ഒരു രസം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഇനി ഒരു ഗ്രീൻ കാരണം ഫുള്ള് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഡൗട്ട് കൊണ്ടാണ് ചെയ്യാത്തത്. ഇനി ഒന്ന് അതുകൂടെ ചെയ്ത് നോക്കണം. അപ്പോൾ നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു, ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.